1980കളിലും 90കളിലും ചെറിയ രീതിയിൽ കള്ളക്കടത്തും കൊലവിളികളുമായി നാട്ടിൽ ഭീതി വിതച്ചവർ, പ്രാദേശിക കൂട്ടായ്മകളിൽ നിന്ന് കുപ്രസിദ്ധ ഗുണ്ടകളായി വളർന്നവർ, രാഷ്ട്രീയ പിന്തുണയോടെ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചവർ. തിരുവനന്തപുരത്ത് അരിസ്റ്റോ ലോറൻസും കഠിനംകുളം കൊച്ചുവും അരങ്ങുവാണ കാലം. കൊച്ചിയിൽ 18 കമ്പനിയും കുണ്ടന്നൂർ തമ്പിയും വെട്ടിൽ സുരേഷും തമ്മനം ഷാജിയും ഭീതി വിതച്ച നാളുകൾ. കേരളത്തിലെ ഗുണ്ടാവാഴ്ചയുടെ കഥയ്ക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. കേവലം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബ്ലേഡ് പലിശ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൊട്ടേഷൻ കൊലപാതകങ്ങൾ എന്നിവയിലൂടെ ഗുണ്ടാ സംഘങ്ങൾ വലിയ സാമ്പത്തിക ശക്തികളും അധികാര കേന്ദ്രങ്ങളുമായി മാറിയ കഥ. പിന്നീട് അവരെ അമർച്ച ചെയ്യാൻ ഗുണ്ട ആക്ടും ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടും ഓപ്പറേഷൻ സ്റ്റീൽ ബേഡും കാപ്പ നിയമവും ഒക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ നാട്ടിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ക്രിമിനൽ സംഘങ്ങൾ മാറുന്നു. സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുന്നു. എന്താണിപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം മനുഷ്യരുടെ സ്വൈര ജീവിതത്തിന് വെല്ലുവിളിയായി മാറുകയാണ്. ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതാണ് ഗുണ്ടകൾ പകൽ വെളിച്ചത്തിൽ പോലും അഴിഞ്ഞാടാനുള്ള കാരണം. തിരുവനന്തപുരം കൈതമുക്കിൽ +1 വിദ്യാർത്ഥിയായ മകനെയും അച്ഛനെയും ഗുണ്ടാ നേതാവും കൂട്ടാളികളും തല്ലിച്ചതച്ചത് അവരുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണ്. കുപ്രസിദ്ധ ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു ആക്രമണം. മകനെ ട്യൂഷന് കൊണ്ടുപോയി മടങ്ങി വരും വഴിയിലാണ് രാജേഷിനെ ആക്രമിച്ചത്. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതൊന്നും, അല്ല നമ്മൾ ബൈക്കിലായിരുന്നു, പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നതാണ്. അച്ഛന് മർദ്ദനമേറ്റത് തടയാനെത്തിയ മകനെയും ഉതിരത്തല്ലി. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച്. 2 പേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. തൊട്ടു പിന്നാലെ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും ക്രിമിനലുകൾ രക്ഷപ്പെട്ടു. പ്രതികളെ പിടികൂടാൻ ശ്രമിക്കാതിരുന്ന പോലീസ് കേസ് വേണമോ എന്ന് രാവിലെയും കുട്ടിയുടെ അമ്മയെ വിളിച്ച് അന്വേഷിച്ചു. എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി, മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ലേ? അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് വഞ്ചിയൂർ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. ഉച്ചയോടെ പ്രധാന പ്രതി തകരപ്പറമ്പ് കുട്ടൻ എന്ന ശ്യാംകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. BSNL ജീവനക്കാരായ രാജേഷ് അയാളുടെ മകനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ, ശ്യാംകുമാർ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 308 കേസാണ്. കൂട്ടുപ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുട്ടൻ ഗുണ്ടാ ലിസ്റ്റിലുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളക്കേസിൻ്റെ പേമാരി പെയ്താലും ജയിലിൽ കയറിയിറങ്ങി തൂക്കം കുറഞ്ഞാലും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ജീവിതം താറുമാറാക്കിയ നിന്നോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു.
പെൻഷൻ വാങ്ങി ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കാൻ നിന്നെ അനുവദിക്കില്ല. കോതമംഗലം CIക്കെതിരെയുള്ള ഗുണ്ടാ നേതാവ് അർജുൻ ആയങ്കിയുടെ ഭീഷണിയാണിത്. നിയമപരമായും കായികപരമായും നേരിടുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആയങ്കി വെല്ലുവിളി മുഴക്കിയിരിക്കുന്നത്. കോതമംഗലത്ത് റിസോർട്ടിൽ നിന്ന് അർജുനെയും സുഹൃത്തുക്കളെയും പോലീസ് 1 മാസം മുൻപ് കസ്റ്റഡിയിലെടുത്തതാണ് പ്രകോപന കാരണം. കോതമംഗലം പുന്നക്കാട്ടെ റിസോർട്ടിൽ നിന്ന് അർജുൻ ആയങ്കിയെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത SHOയ്ക്കെതിരെയാണ് ഭീഷണി. കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഡാൻസ് കളിച്ച സ്റ്റോറി ഇട്ടെന്ന പേരിൽ തീവ്രവാദികളെ പിടിക്കും പോലെ കസ്റ്റഡിയിലെടുക്കുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തെന്നാണ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ അർജുൻ ആയങ്കി പറയുന്നത്. കള്ളക്കേസുകൾ ഇനി ഉണ്ടായാലും ജയിലിൽ പോകേണ്ടി വന്നാലും പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ സമ്മതിക്കില്ലെന്നും പോസ്റ്റിൽ ഭീഷണി മുഴക്കുന്നു. നിയമപരമായും കായികപരമായും നേരിടാൻ തയ്യാറാണെന്നും പോസ്റ്റിലുണ്ട്. ഒരു കല്യാണം കൂടാൻ വന്ന ഞങ്ങളെ ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടു വന്ന കുറ്റത്തിന് പുലർച്ചെ 4 മണിക്ക് തീവ്രവാദികളെ പിടിക്കും പോലെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഒരു കള്ളക്കേസ് തലയിൽ വെച്ച് തന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവതാളത്തിലായത് ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതമായിരുന്നടാ. ഇത്തരത്തിൽ ഞങ്ങളെ ഉപദ്രവിച്ച നിന്നെ ഒരു കാലത്തും മറക്കില്ല. ഞങ്ങൾ ഇത്രയും പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി പുലരുമ്പോഴേക്കും കീഴ്മേൽ മറിച്ച നിന്നെ ഞങ്ങളാരും ഒരു കാലത്തും വെറുതെ വിടുകയില്ല. പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണി പൊട്ടിച്ച് രക്ഷപ്പെട്ടാൽ കായികപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കില്ല. ഞാൻ ചത്താലും നിന്നെ അതിനനുവദിക്കില്ല എന്നും അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റിലുണ്ട്. മെയ് 4-നാണ് ഓപ്പറേഷൻ സ്റ്റീൽ ബേഡിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ അർജുൻ ആയങ്കിയെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്നക്കാടുള്ള റിസോർട്ടിൽ ഒത്തുകൂടിയ ഇവരെ റിസോർട്ട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര കാറുകളും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു. പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണ്. ന്യൂസ് 18 കൊച്ചി. സാധാരണ എല്ലാ ഗുണ്ടകൾക്കും ചില വട്ടപ്പേരും വിളിപ്പേരും ഒക്കെ ഉണ്ട്. ചിലരത് ബ്രാൻഡ് നെയിമായി ഉപയോഗിക്കും. എന്നാൽ ഇങ്ങനെ കളിയാക്കി വിളിക്കുന്നതിൽ പ്രകോപിതരാകുന്ന ഗുണ്ടകളെയും കാണാം. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട അട്ടാണി അനീഷിനെ വട്ടപ്പേര് വിളിച്ചാൽ അയാൾ പ്രകോപിതനാകും. അങ്ങനെ പലരെയും തല്ലിയിട്ടുമുണ്ട്. ഒരിക്കൽ ഇരട്ടപ്പേര് വിളിച്ചതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അട്ടാണി അനീഷ്. ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ വീണ്ടും ഗുണ്ടാ പണി തുടങ്ങി. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവാവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ അനീഷ് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. ആക്രമണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഒളിവിൽ പോയ പ്രതി മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് വീട് വളഞ്ഞ് ഇയാളെ പിടികൂടിയായിരുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതി ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവാവിനെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തു. തുടർന്ന് സെൻട്രൽ പോലീസ് സ്വമേധയാ ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തവേ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിൽ വന്നതായി രഹസ്യവിവരം ലഭിക്കുകയും പോലീസ് വീട് വളഞ്ഞ് അനീഷിനെ പിടികൂടുകയുമായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ടീമിനെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രേമാനന്ദ കൃഷ്ണൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHO ജിജോ MJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം കഴിച്ചതിന് പണം ആവശ്യപ്പെട്ട ഹോട്ടലുടമയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ മാർച്ച് 16-നാണ് അനീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. വട്ടപ്പേര് വിളിച്ചെന്നാരോപിച്ച കാസർഗോഡ് സ്വദേശിയെ ആക്രമിച്ചതിനും അട്ടാണിക്കെതിരെ കേസുണ്ട്. എറണാകുളം MG റോഡിലുള്ള ടീ ഷോപ്പിൽ വെച്ചൊരു യുവാവിനെ മർദ്ദിച്ച കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ വീണ്ടും കൊലവിളിയും ആക്രമണവുമായി രംഗത്തെത്തിയത്. നിരവധി ആളുകളെ അട്ടാണി അനീഷ് ഭീഷണിപ്പെടുത്തുന്നതായി പോലീസിന് മുന്നിൽ പരാതിയുമുണ്ട്.
ന്യൂസ് 18 കൊച്ചി. കൂടെ നിൽക്കുന്നവനെ ജീവൻ കൊടുത്തും ഭായ് സംരക്ഷിക്കും. ഭായ്ക്കിട്ട് പണി കൊടുത്തവന്മാരെ ഒന്നിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഭായ് നസീർ എന്ന പേര് കേട്ടാൽ കൊച്ചി വിറച്ചിരുന്നൊരു കാലമുണ്ട്. കുണ്ടന്നൂർ തമ്പിയുടെ ഗ്യാങ് വഴിയാണ് നസീർ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകൾ. മരടനീഷിനെ പോലെയുള്ള ഗുണ്ടാ തലവന്മാരുടെ ആശാൻ. എന്നാൽ അവസാന കാലം രോഗത്തോട് പടപൊരുതിയായിരുന്നു അയാളുടെ ജീവിതം. ഒടുവിൽ വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുന്നു. തൊണ്ണൂറുകളിലും 2000-ന്റെ തുടക്കത്തിലും ഓരോ പ്രദേശവും ഓരോ ഗുണ്ടാസംഘം നിയന്ത്രിച്ചിരുന്ന ഒരു കാലം എറണാകുളത്തിനുണ്ടായിരുന്നു. കുണ്ടന്നൂരിൽ തമ്പിയും, വൈറ്റിലയിൽ വെട്ടിൽ സുരേഷും, തമ്മനത്ത് ഷാജിയും, തേവരയിൽ മകുടിക്കുട്ടനും, ഏലൂരിൽ ചൌക്ക സാജുവും അടക്കി വാണിരുന്ന കാലം. അക്കാലത്ത് ഗുണ്ടാപ്പടകളും ധാരാളമായിരുന്നു. ഇതിലൊരു ഗുണ്ടാപ്പടയായിരുന്നു 18 കമ്പനി. 19 ഗുണ്ടകളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പൊക്കം കുറവായതിനാലാണ് ഈ പേര് വന്നത്. ഇക്കാലത്താണ് ഭായ് നസീർ കളത്തിലിറങ്ങി തുടങ്ങിയതും. കുണ്ടന്നൂർ തമ്പിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഭായ് നസീർ സ്വന്തമായി ഗ്യാങ് ആരംഭിച്ചു. പിന്നീട് കൊച്ചി എന്ന അധോലോകത്ത് ഭായ് നസീറും തന്റെ സാമ്രാജ്യം സൃഷ്ടിച്ചു. കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകൾ. കൊട്ടേഷൻ ഇടപാടുകളും സെറ്റിൽമെന്റും നടത്താൻ ഗുണ്ടാപ്പട. ഭായ് നസീറിന്റെ ശിഷ്യനായിട്ടാണ് മരടനീഷിന്റെ വരവ്. 2004 വരെ ഭായിയുടെ സന്തത സഹചാരിയായിരുന്ന മരടനീഷും സ്വന്തമായി ഗ്യാങ്ങിനെ ഇറക്കി. വളരെ പെട്ടെന്ന് തന്നെ മരടനീഷും ഭായ് നസീറും ശത്രുക്കളായി. 2007 ജനുവരി 10 രാത്രിയിൽ ഭായ് നസീറിന് നേരെ അനീഷും സംഘവും ആക്രമണം നടത്തി. ബൈക്കിൽ വരികയായിരുന്ന നസീറിനെ വൈറ്റില തൈക്കൂടത്ത് വെച്ച അനീഷും സംഘവും തടഞ്ഞു നിർത്തുകയായിരുന്നു. തോക്കും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നസീറിന്റെ ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിന്റെ പകരം വീട്ടിലും മണിക്കൂറുകൾക്കുള്ളിൽ നടന്നു. ഭായിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ചരിത്രവുമുണ്ട്. വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഭായ് നസീർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ സഹായത്തോടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കുട്ടികളാണെങ്കിൽ അല്പം കുറുമ്പും കുസൃതികളുമൊക്കെ സ്വാഭാവികമാണ്. അവരുടെ കളിയും ചിരിയും കാണുന്നത് തന്നെ എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ. ചില പിള്ളേരാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ ഉപദ്രവിക്കാറുണ്ടോ? എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട്ടെ മനസാക്ഷിയില്ലാത്ത ആ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി തല്ലിച്ചതച്ചതാണ്, കൊന്നില്ലാതാക്കിയതാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേരും കുറ്റം സമ്മതിച്ചു. കളിക്കുന്ന സൈക്കിളിൽ നിന്ന് വീണ് കുട്ടിയുടെ കൈകൾ ഒടിഞ്ഞിട്ടും 12 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നുവെന്നും ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അർഷിദിന്റെ അമ്മ അഖിലയും പങ്കാളി അഷ്കറും കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ തുറന്നു പറഞ്ഞത്. മുന്നോട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിന് കുട്ടി തടസ്സമാണെന്ന് കരുതിയിരുന്നെന്ന് ഇരുവരും മൊഴി നൽകി. കുട്ടി ഹൈപ്പർ ആക്റ്റീവായിരുന്നു. ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും പ്രതികൾ മൊഴി നൽകി. 2 കാൽവെള്ളകളിലും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. ഇത് കുട്ടി ഒരിടത്തിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് അഷ്കറിന്റെ മൊഴി. കളിക്കുന്ന സൈക്കിളിൽ നിന്ന് വീണാണ് കുട്ടിയുടെ കൈകൾ ഒടിഞ്ഞത്. 2 കൈക്കും നീരും വേദനയും ഉണ്ടായിരുന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആദ്യം തയ്യാറായില്ല. 12 ദിവസം കഴിഞ്ഞാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. മർദ്ദനമേറ്റ് അവശനായ കുട്ടിയുമായി മധുരയ്ക്ക് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ പനി കൂടി കുഴഞ്ഞു വീണു. എന്നാൽ മരുന്ന് നൽകാനോ ശുശ്രൂഷിക്കാനോ തയ്യാറായില്ല. മരിക്കുന്നതിന് 4 മാസം മുമ്പ് തൊട്ട് തന്നെ കുഞ്ഞിന് ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഒന്നാം പ്രതി അഷ്കറിനെയും 2ാം പ്രതി അഖിലയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ക്രൂരതകൾ വെളിപ്പെടുത്തിയത്. ദേഹമാസകലം മുറിവുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നെടുമങ്ങാട് പനവൂർ സ്വദേശി അർഷിദ് മെയ് 29 രാത്രിയാണ് മരിച്ചത്. ചോറ് കഴിക്കുന്നതിനിടയിൽ കുഞ്ഞ് ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചത്. പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്.
നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഷ്കർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അഖിലയ്ക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 നെടുമങ്ങാട്. ചെറിയൊരു വാക്കുതർക്കം മതി പിന്നീട് പൊട്ടിത്തെറിയിലേക്കും അക്രമത്തിലേക്കും വഴിമാറാൻ. പിന്നെ കേസും അറസ്റ്റും പ്രശ്നങ്ങളുമൊക്കെയായി പെടാപ്പാട് പിഴയേണ്ട അവസ്ഥയാണ്. കൊല്ലം പുനലൂരിന് സമീപം തൊളിക്കോട് 4 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചതും വാക്കുതർക്കത്തെ തുടർന്നാണ്. കേസിലെ പ്രധാന പ്രതി അനൂപ് ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മുൻപും സമാന സ്വഭാവമുള്ള കേസുകളിലും കൊലപാതകത്തിലും പ്രതിയാണ് അനൂപ് ഖാൻ. കഴിഞ്ഞ മാസം 23-നാണ് കാറിലെത്തിയ സംഘം 4 പേരെ ആക്രമിച്ചത്. മണിയാർ പാലത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നവരെ അക്രമി സംഘം കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പുനലൂർ തൊളിക്കോട് സ്വദേശികളായ തങ്കച്ചൻ, അഖിൽ, വിപിൻ, ഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിന് ശേഷം അക്രമികൾ വാഹനത്തിൽ രക്ഷപ്പെട്ടു. പ്രദേശവാസിയായ ഉണ്ണി എന്ന ആളെ അന്വേഷിച്ചാണ് അക്രമി സംഘം എത്തിയത്. സംഭവത്തിൽ പുനലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇളമ്പൽ സ്വദേശി ടിൻഡു, കൊട്ടിയം പേരയം സ്വദേശി ഷാനവാസ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ റിമാൻഡിലായ ശേഷമാണ് മുഖ്യപ്രതി അനൂപ് ഖാൻ പിടിയിലായത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുനലൂർ SHO ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ അനൂപ് ഖാനെ റിമാൻഡ് ചെയ്തു. മുൻപും സമാന സ്വഭാവമുള്ള കേസുകളിലും കൊലപാതകത്തിലും പ്രതിയാണ് അനൂപ് ഖാൻ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. മദ്യപാനികളെയും ലഹരി സംഘങ്ങളെയും പേടിക്കേണ്ട കാലമാണ്. പ്രത്യേകിച്ച് പൊതുസ്ഥലത്തും ട്രെയിനിലും ബസ്സിലുമൊക്കെ അവർ ആക്രമണകാരികളാകുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിനിൽ വെച്ച് യുവാവിനെ സഹയാത്രക്കാരൻ മദ്യലഹരിയിലാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. വാണിയംകുളം സ്വദേശി ജിഷ്ണുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 1:30 ഷൊർണൂർ കാരക്കാട് ഭാഗത്ത് വെച്ചാണ് സംഭവം. എറണാകുളത്ത് നിന്നും ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വാണിയംകുളം മാനന്നൂർ മണ്ണാൻപറമ്പിൽ 25-കാരനായ ജിഷ്ണു. ഇതിനിടെയാണ് ട്രെയിനിലെ സഹയാത്രക്കാരൻ കുത്തി പരിക്കേൽപ്പിച്ചത്. ജിഷ്ണുവിന്റെ 2 കാലുകളിലുമായി 35ഓളം തുന്നലുകളുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 1:30 ഷൊർണൂർ കൊച്ചിൻ പാലത്തിനും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള കാരക്കാട് നമ്പർ ഭാഗത്താണ് സംഭവമെന്ന് ജിഷ്ണു പറഞ്ഞു. ഇത്രയും തിരക്കിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്റെ കാല് ആളുടെ മേലെ തട്ടി. അതിലാള് പ്രലോഭനായിട്ട് ആള് നേരെ കത്തിയെടുത്ത് ആദ്യം കാലുമേക്ക് ഈ കാലിക്ക് ആദ്യം ഒന്ന് വെട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുകയും അവിടെ ഉണ്ടാകുന്ന കൂടി ഉണ്ടാകുന്ന ബാക്കിയുള്ളവരെല്ലാരും പിടിച്ചു തള്ളുന്നതിന്റെ ഇടയില് ആള് കത്തിയെടുത്തിട്ട് ഈ ഇടത് തൊടയമേ കുറെ കീറി. അതില് എനിക്കും ബാക്കിലേക്ക് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്കും ആ സ്ത്രീയുടെ കാലുമേയും കത്തി കൊണ്ട് മുറിയാവുകയും ചെയ്തു. എൻ്റെ ഈ കാല് ഇവിടുന്ന് ഇതുവരെ പൊട്ടുകയും ചെയ്തു. എറണാകുളം കാരക്കാട് ട്രെയിനിലാണ് അക്രമം നടന്നത്. ഒറ്റപ്പാലത്തിറങ്ങാനായി യാത്രക്കാരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ താഴെ മദ്യലഹരിയിൽ കിടക്കുകയായിരുന്ന വയോധികന്റെ ദേഹത്ത് കാൽ തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. ഗുരുതരമായി പരിക്കേറ്റ ജിഷ്ണു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിലെ റോഡുകളിലൂടെ വാഹനം ഓടിക്കാൻ ഇപ്പോൾ പേടിയാണ്. നിയമങ്ങൾ കാറ്റിൽ പറത്തി മരണപ്പാച്ചിൽ നടത്തുന്നവർ, അത് ചോദ്യം ചെയ്താൽ ആക്രമണം നടത്തുന്നവർ. കോഴിക്കോട് മുക്കത്ത് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത് വാഹനം തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി.
തോട്ടുമുക്കത്ത് ഓട്ടോറിക്ഷ തൊഴിലാളിക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇടയ്ക്കാട്ടുപറമ്പ് സ്വദേശിയാണ് മർദ്ദനമേറ്റ 52-കാരൻ ചന്ദ്രൻ. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഓട്ടോ സ്റ്റാൻഡിലെ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ മത്സ്യക്കടയിലേക്ക് ഐസ് കൊണ്ടുവരുന്ന വാഹനം തട്ടിയതാണ് തുടക്കം. വാഹനം തട്ടിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ചന്ദ്രൻ പറയുന്നു. രാവിലെ ഞാൻ ട്രാക്കിൽ നിർത്തിയിട്ട് വണ്ടിയിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പുറകിലൊരു വണ്ടി ഒന്ന് ഇടിച്ച്. ഞാൻ ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അത് രണ്ടുപേരും വന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിച്ചപ്പോൾ കണ്ടപോലെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. കാലിന് മുട്ടിന് കൈ ഷോൾഡറിൻ്റെ കൂടെ പുറത്ത് തലയ്ക്ക് ആയിട്ട് കളിക്കുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ വണ്ടിയിൽ ഉള്ളിലിരിക്കുകയായിരുന്നു. പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചതാണ്. വണ്ടി ആകുമ്പോൾ ഇടിക്കും തട്ടും കണ്ടപോലെ കൂട്ടിക്കോളാൻ വന്നു. ആക്രമണത്തിൽ ചന്ദ്രന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരും മറ്റു തൊഴിലാളികളും ചേർന്നാണ് ഇദ്ദേഹത്തെ ഉടൻ തന്നെ മുക്കം ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മുക്കം. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനമെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിനു പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ്? ഒരു ഉന്നതന്റെ സ്വാധീനമില്ലാതെ ഇതുപോലൊരു കേസിൽ തിരിമറി നടക്കില്ലെന്ന് ഉറപ്പായിരുന്നു. ഒടുവിൽ ആ ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേസ് ഫയലുകൾ തിരുത്തിയത് MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമെന്ന് ADGPയുടെ ഓഫീസിലെ ജീവനക്കാരായിരുന്ന 2 SIമാരുടെ മൊഴി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് അവഗണിച്ചാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നും ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും സമ്മതിച്ചു. കേസിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടത് ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഗ്രേഡ് SIമാരുടെ മൊഴി. ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് പിഴവ് പറ്റിയെന്ന് സമ്മതിച്ചത്. SITക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ഇരുവരും തെറ്റ് സമ്മതിച്ചത് എന്നാണ് വിവരം. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ ആദ്യം ഇരുവരും ഇത് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ പിഴവ് ഏറ്റുപറയുകയായിരുന്നു. ആലപ്പുഴയിൽ മർദ്ദനക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ADGPയുടെ ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റ് 4-നാണ് ശ്രീകാന്തും ഗിരീഷും വിളിച്ചത്. ഈ സമയം ADGP വയനാട്ടിലെ ദുരന്തഭൂമിയിലായിരുന്നു. ഇവിടെ നിന്നും ഫോണിലാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. ഓഗസ്റ്റ് 5-ന് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് കുറിപ്പ് നൽകി. എന്നാൽ ഉദ്യോഗസ്ഥർ തിരുത്തുവരുത്തി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തില്ല. തുടർന്ന് ADGPയുടെ നിർദ്ദേശപ്രകാരം 13-ന് ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിപ്പിച്ചു. ഓഫീസിൽ വെച്ച് തന്നെ റിപ്പോർട്ട് തിരുത്തിയെഴുതി. അജിത് കുമാർ ഓഗസ്റ്റ് 15-ന് വൈകിട്ട് ഓഫീസിലെത്തി തിരുത്തിയ ഫയലുകൾ കണ്ട് ഉറപ്പിച്ചെന്നും മൊഴിയിലുണ്ട്. ഗ്രേഡ് SIമാരുടെ മൊഴിയോടെ കേസിൽ MR അജിത് കുമാറിന്റെ കുരുക്ക് മുറുകുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപക റെയ്ഡ് തുടരുകയാണ്. ലഹരി മാഫിയയിലെ പ്രധാനികൾ മുതൽ കണ്ണികൾ വരെയും പിടിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 241 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. MDMAയും മറ്റു മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ കുന്നംകുളത്ത് കുക്കറിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. കുക്കർ വിസിലടിച്ചപ്പോൾ കഞ്ചാവിൻ്റെ മണം ലഭിച്ചതോടെയാണ് പ്രതികൾക്ക് പിടിവീണത്. ഓപ്പറേഷൻ തൂഫാനിൽ സംസ്ഥാന വ്യാപകമായി 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൊത്തം 241 പേർ അറസ്റ്റിലായി. 0.11 കിലോഗ്രാം MDMA, 16 കിലോയോളം കഞ്ചാവ്, 149 കഞ്ചാവ് ബീഡി എന്നിവ പിടിച്ചെടുത്തു. തിരുവനന്തപുരം കല്ലമ്പലത്ത് MDMAയുമായി 4 യുവാക്കൾ അറസ്റ്റിലായി. വർക്കല സ്വദേശി നിയാസ്, ചെറുന്നിയൂർ സ്വദേശികളായ സേതു, അഖിൽ, ആഷിഖ് എന്നിവരെയാണ് റൂറൽ ഡാൻസ് ഓഫ് സംഘം സാഹസികമായി പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘം എത്തിയ വാഹനത്തെ ഇടിച്ചിടാനും പ്രതികൾ ശ്രമിച്ചു. പിടികൂടിയ 4 പ്രതികളെയും കല്ലമ്പലം പോലീസിന് കൈമാറി.
എറണാകുളം മുളന്തുരുത്തിയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 3.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പെരുമ്പുള്ളി സ്വദേശി 28-കാരനായ എബനേസറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏറെക്കാലമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പ്രതി. തൃശൂർ കുന്നംകുളത്താണ് കുക്കറിലെ ചോറിനുള്ളിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാകേഷിന് അടുപ്പൂട്ടിയിലെ ഒരു വീട്ടിൽ കഞ്ചാവുണ്ടെന്ന് രഹസ്യവിവരം കിട്ടുകയായിരുന്നു. വീട്ടിലെത്തിയ അന്വേഷണ സംഘം വിവിധയിടങ്ങളിൽ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. 2 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടയിൽ അടുക്കളയിൽ നിന്ന് കുക്കർ വിസിലടിച്ചപ്പോൾ കഞ്ചാവിന്റെ മണം കിട്ടിയതോടെയാണ് പോലീസ് കുക്കർ തുറന്ന് പരിശോധിച്ചത്. 400 ഗ്രാം കഞ്ചാവുമായി പ്രതിയായ ബിനീഷിനെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് സംഘത്തിനെതിരെ കത്തി വീശിയ സംഭവത്തിലും പ്രതിയാണ് ബിനീഷ്. മലപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത 2 പേർ പിടിയിലായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൊണ്ടോട്ടി വലിയ പറമ്പ് സ്വദേശി പറപ്പാറ റിയാസ് എന്ന ചോര റിയാസ്, പുളിക്കൽ സ്വദേശി മുജീബ് എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി 40ഓളം കേസുകളിലെ പ്രതിയാണ് മുജീബ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 2 പേരെ കുറ്റിപ്പുറം പോലീസും അറസ്റ്റ് ചെയ്തു. മറവഞ്ചേരി സ്വദേശികളായ ശരവണൻ, ശ്രീനിവാസൻ എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവ് ഉപയോഗിച്ചതിന് പിടിയിലായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത്. 220 ഗ്രാം കഞ്ചാവും പാക്ക് ചെയ്യുന്നതിനുള്ള സാമഗ്രികളും പെപ്പർ സ്പ്രേ, കത്തി എന്നിവയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പാലക്കാട് വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് പിടിയിലായി. മങ്കര പോലീസാണ് കരാട്ടുപറമ്പ് സ്വദേശി ആസാദിനെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്നാണ് ആസാദിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ CPM നേതാക്കൾക്ക് കുരുക്ക് മുറുകുന്നു. മുൻ മന്ത്രി AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയ 28 പ്രതികളെയും വിചാരണ ചെയ്യാൻ PMLA കോടതി അനുമതി നൽകി. കേസിൽ പ്രതികളായവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിപ്പട്ടികയിലുള്ള CPMന്റെ സ്വത്തടക്കം 53 പേരുടെ 128 കോടി വിലമതിക്കുന്ന വസ്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. CPM നേതാക്കളായ മുൻമന്ത്രി AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയ 28 പ്രതികളെയും വിചാരണ ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. നേതാക്കളെ കൂടാതെ CPMനെയും കേസിൽ പ്രതിയേർത്തിട്ടുണ്ട്. പ്രതിപട്ടികയിലുള്ള 28 പേർക്കെതിരെ കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 4-ന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ബാങ്ക് സെക്രട്ടറിയായിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് TR സുനിൽകുമാർ. കേസിൽ 83 പ്രതികളുണ്ട്. ഇതിൽ 55 പ്രതികൾക്കെതിരെയാണ് നടപടി. ഈ 55 പ്രതികളിൽ 28 പേർക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ക്രമരഹിതമായ വായ്പ, ഒരേ ഈടിൽ വ്യത്യസ്ത വായ്പകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. കരുവന്നൂർ ബാങ്കിൽ നടന്നത് 100 കോടിയുടെ തട്ടിപ്പാണെന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചത്. പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഓരോ പ്രതിയുടെയും പേരിൽ 17 കേസുകളുണ്ട്. 324 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. 83 പേരെ പ്രതിയേർത്തു. ക്രൈംബ്രാഞ്ച് പ്രതിയേർത്ത 31 പേരിൽ 13 പേരെ മാത്രമാണ് ED പ്രതികളാക്കിയത്. പ്രതിപ്പട്ടികയിലുള്ള CPM സ്വത്തുക്കളടക്കം 53 പേരുടെ 128 കോടി രൂപ വില വരുന്ന വസ്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഈ സൈബർ യുഗത്തിൽ പങ്കാളിയെ കണ്ടെത്താനും സൗഹൃദങ്ങൾ തേടാനുമെല്ലാം സമൂഹ മാധ്യമങ്ങളെയാണ് പലരും ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡേറ്റിംഗ് ആപ്പുകളും. പെൺവാണിഭ ഇടപാടുകൾക്ക് പോലും ആപ്പുകളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഹൈടെക് സെക്സ് റാക്കറ്റ് സംഘങ്ങൾ മാറിയിരിക്കുന്നു. ഇന്റർനെറ്റ് ഉപയോഗിച്ച് പെൺവാണിഭ സംഘങ്ങളെ നിയന്ത്രിക്കുന്നവർ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതും. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി നിയമത്തെ വെല്ലുവിളിച്ച് ഒട്ടേറെ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പെൺവാണിഭ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാളെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചത് കൊച്ചിയിൽ യുവതികളെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. സ്വന്തം നാട്ടിൽ പകൽമാന്യൻ,
കൊച്ചിയിൽ സെക്സ് റാക്കറ്റും ലഹരി ഇടപാടും. കലൂരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി അക്ബർ അലി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഒളിവിൽ പോയി 5 ദിവസത്തിന് ശേഷമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്ബർ അലിയെ പോലെയുള്ള പകൽമാനിന്മാർ കരുതിയിരുന്നു ഒരിക്കൽ നിങ്ങളും നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.